ഏത് സ്നാക്കിൻ്റെ കൂടെയും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഐറ്റം അത് ഉന്നക്കായി മാത്രമായിരിക്കും. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. പഴം പഴുക്കണമെന്ന് വെച്ചാൽ പഴുക്കരുത്, എന്നാലും പഴുത്ത് തുടങ്ങുന്ന പഴം അത് ആവി വെച്ച് വേവിച്ചെടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് RKG, തേങ്ങ, പഞ്ചസാര, ഏലക്കായ് പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് പഞ്ചസാര അലിഞ്ഞ് ചേർന്ന് തേങ്ങയൊക്കെ നല്ല വിളഞ്ഞ് നല്ല പാകമായി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ റോസ്റ്റഡ് കാഷ്യൂസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. എനിക്ക് പ്ലെയിനായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വേവിച്ചെടുത്ത പഴത്തിൻ്റെ തൊലി മാറ്റി ആ ഒരു മാഷ് ചെയ്ത് ഡോ പോലെ ആക്കി എടുക്കാം. ഇനി ആ മാഷ് ചെയ്ത പഴത്തിൽ നിന്ന് ഒരു ബോളിൻ്റെ സൈസിലെടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് ഉന്നക്കായിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടി ഈ ഒരു റോൾ ചെയ്ത പോലെ ആക്കി എടുക്കാം. പഴം പരത്തി എടുക്കുമ്പോൾ തിന്നായി പോവാതെ നോക്കണം, അല്ലെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ ക്രാക്ക് വീണിട്ട് ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരും. രണ്ട് കൈയും വെച്ച് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഉന്നക്കായിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാം അതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. ഇനി ഓയിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോരോ ഉന്നക്കായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല, നല്ല മധുരമുള്ള ഉന്നക്കായി എനിക്കിഷ്ടം. അപ്പോൾ പഞ്ചസാര ആഡാക്കുമ്പോൾ ഓരോരാൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതേപോലെ എടുത്തോ. എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അപ്പോൾ സീ യു, ബൈ.